ഹലോ എവരിവൺ, ഇന്ന് ഞാൻ കുറച്ച് പേരുടെയൊക്കെ സംശയം തീർക്കാനായിട്ടാണ് വന്നേക്കുന്നത്. പലർക്കും സംശയമാണ് ഇത് ഏത് കാറാണെന്നുള്ളത്. ഇത് ടീറോക്കാണോ, ടൈഗണാണോ, അതിന് ടിഗ്വാനാണോ? എന്നാൽ ഇതൊന്നുമല്ല. ദിസ് ഇസ് ദ ഫോക്സ്വാഗൺ ട്വാറക്. കുറച്ചുകൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോർഷ് കയൻ ഇൻ ഡിസ്ഗൈസ്. ആൻഡ് ഇഫ് യു ഹാവ് എ റിയലി ഗുഡ് ഐ, നിങ്ങൾക്ക് ഈ ബോഡി ലൈൻസും ഇതിന്റെ റിയർ ക്വാർട്ടേഴ്സും ഒക്കെ കാണുമ്പോൾ വണ്ടി ഏതാണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഈ പർട്ടിക്കുലർ വണ്ടി ഒരു സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്. ആൻഡ് ഈസ് ദിസ് കാർ യുവർ റിയലിസ്റ്റിക് പോർഷെ ഡ്രീം ഫോർ അണ്ടർ 30 lakhs? അപ്പോൾ ഈ വണ്ടി വെലോസിറ്റി പ്രോ ഓഡിയോയിൽ ഒരു 3-way ഓഡിയോ ഇൻസ്റ്റലേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാനായി നിങ്ങൾ വെലോസിറ്റി പ്രോ ഓഡിയോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. അപ്പോൾ എന്നോട് സുബിൻ ചേട്ടൻ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണവും. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഏതൊരു പ്രീമിയം കാറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെയൊന്നും വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിലുള്ളത് ഒരു 3 ലിറ്റർ TDI V6 എഞ്ചിനാണ്. ഇത് 8 speed DSG. പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല. സ്മൂത്ത് ആൻഡ് എഫേർട്ട്ലെസ് പവർ. പൊളിക്കേണ്ട സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ പൊളിച്ച് ഓടിക്കാം. വേറെ എഞ്ചിൻസ് ഇതിന് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഒരു V10 ഡീസൽ വന്നിട്ടുണ്ട്, ഒരു W12 പെട്രോൾ വന്നിട്ടുണ്ട്, ഒരു V8 പെട്രോൾ വന്നിട്ടുണ്ട്. എന്നിങ്ങനെ ഒരുപാട് എഞ്ചിൻസ് വന്നിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നല്ല രീതിയിൽ സൈസ് ഹൈഡ് ചെയ്യും. അതായത് നമ്മൾ ഈ വണ്ടിയായിട്ട് അപ്പ് ക്ലോസ് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി എത്രത്തോളം വലിയ വണ്ടിയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതിന്റെ ഇന്ത്യയിൽ പോകുമ്പോഴേക്കാണ് മനസ്സിലാക്കുന്നത് ഇത് ആക്ച്വലി ഒരു ഫുൾ സൈസ് SUV-ക്ക് തുല്യമാണ്. ഈ സൈസ് ഹൈഡ് ചെയ്യുന്നത് ഈ വണ്ടിയുടെ രൂപത്തിൽ മാത്രമല്ല, വണ്ടിയുടെ സ്വഭാവത്തിലും അങ്ങനെയാണ്. കാര്യം ഓടിക്കാൻ ഇത്രയും എളുപ്പമുള്ള, ഇത്ര എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഫുൾ സൈസ് SUV നിങ്ങൾക്ക് കിട്ടാൻ പാടാണ്. ഇപ്പം നിങ്ങളൊരു 50-60 ലക്ഷം രൂപ കൊടുത്തൊരു SUV വാങ്ങിച്ചാൽ പോലും ഇതിന്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിന്റെ 7 അയലത്ത് പോലും എത്താൻ പോകുന്നത്. അത്രയ്ക്ക് റിയഷോറിംഗ് ആണ്. കയന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത്, കയൻ പോർഷനെ ഫിനാൻഷ്യലി മാത്രമല്ല സഹായിച്ചത്. കയൻ പെർഫോമൻസ് SUV അല്ലെങ്കിൽ സൂപ്പർ SUV എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് റീഡിഫൈൻ ചെയ്ത് SUV പെർഫോമൻസ് സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല, അത് കോർണറിലും കൂടെ ചെയ്യാന്നുള്ളതാണ്. അത് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. കാര്യം 2 ടൺ ഭാരമുള്ളൊരു SUV കോർണറൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബിലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ്സ് വരെ വളരെ ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യും. കാര്യം ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് എയർമാറ്റിക് സസ്പെൻഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് കോയിലോവേഴ്സിലാണ് വണ്ടി സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാര്യം അത്രത്തോളം ഫുൾഫില്ലിംഗ് ആണ് വണ്ടി. പിന്നെ ഈ വണ്ടിനെ നമുക്കൊരു സൂപ്പർ SUV-യുടെ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഉറൂസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സ്പിരിച്വൽ ഫോർഫാദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ കാർ ഇല്ലായിരുന്നെങ്കിൽ ഉറൂസ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവണമെന്ന് പോലുമില്ല. അപ്പോൾ ഇതിന്റെ ഈ ഷാസി നമുക്ക് Oടി Q7 ഒരു രൂപത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ട്വാറകിന്റെ രൂപത്തിൽ വളരെ അപൂർവം വണ്ടികളെ റോഡിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് ഒരു കൂടിപ്പോയി ഒരു 10-20 വണ്ടി റോഡിൽ കാണും. അപ്പോൾ ഇതുപോലെ പറഞ്ഞാൽ ഇനി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എളുപ്പമല്ല. പിന്നെ ഞാൻ ആദ്യം ഒരു 30 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല. ഈ വണ്ടി 15 ലക്ഷം രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരട്ടി തുക അതുപോലെ ഇടേണ്ടി വരും. കാര്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ. ഇനിയുള്ളൊരു കാലത്ത് ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടാനൊക്കെ പാടാണ്. കാര്യം ഈ വണ്ടി വന്നത് ഫോക്സ്വാഗനൊക്കെ നല്ല രീതിയിൽ പീക്ക് ചെയ്തു തന്നൊരു കാലഘട്ടമുണ്ട്, early 2000s. അവരന്നൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ വണ്ടി ബിൽഡ് ചെയ്തൊരു കാലഘട്ടം. ശരിയാണ്, അതിന്റെ ആഫ്റ്റർ മാത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ക്വാളിറ്റിയൊക്കെ സത്യം പറയും വണ്ടി ഒരു ടാങ്ക് മാതിരിയാണ് വണ്ടി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം 15 വർഷം കഴിഞ്ഞിട്ടും ഈ വണ്ടി ഇങ്ങനെ പെർഫോം ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 15 വർഷം മുമ്പ് ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്ത് കാണും. അപ്പോൾ ഈ വണ്ടി ഓൺ ചെയ്യുന്നത് മിസ്റ്റർ സച്ചിൻ ജോഷിയാണ്, തൊടുപുഴയിലുള്ള. സോ എ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഹിം ഫോർ ലെറ്റിംഗ് അസ് എക്സ്പീരിയൻസ് ദിസ് കാർ. പുള്ളിയുടെ ഇനി ഒരു സ്പെഷ്യൽ ഒരു വണ്ടി കൂടെ ഉണ്ട്, ഒരു V10 TDI ഓഫ് ദി സെയിം കാർ. ആൻഡ് ഹോപ്പ്ഫുള്ളി വി വിൽ ഗെറ്റ് ടു കവർ ദാറ്റ് കാർ ഓൾസോ സൂൺ.